അപ്പോൾ ഓണം വന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ഇഞ്ചിക്കറിയൊക്കെ വയ്ക്കുകയാണ് കേട്ടോ. മറ്റ് വലിയ വീഡിയോകളല്ലാതെ ഇതേ നമ്മൾ ഇഞ്ചിക്കറി വയ്ക്കുകയാണ്. പാത്രം വെച്ചിട്ട് നമ്മുടെ സ്പെഷ്യലാണ് ഇഞ്ചിക്കറി. ഇത് നമ്മൾ കുറച്ച് ദിവസം ഇരുന്നാൽ മതി. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിട്ട് ഇഞ്ചി മൂത്ത് വന്നപ്പോൾ ചെറിയ ഉള്ളി, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് സവോള ചേർക്കാം. അപ്പോൾ നമ്മൾ 2-3 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വീഡിയോ എടുക്കണം. മറ്റേതങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ഒരുപാട് പ്രോപ്പർട്ടീസ് കാണും. അപ്പോൾ എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇത് ചെറുതായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഞ്ചി വറുത്ത് മാറ്റി വെച്ചു. ഇനി അത് പൊടിച്ചെടുക്കണം. അപ്പോഴത്തേക്കും വടുകപ്പുളി നാരങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ആയിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ എനിക്ക് തോന്നുന്നു വർക്കല ഭാഗത്തൊക്കെ കറി വയ്ക്കാറുള്ളതെന്ന് തോന്നുന്നു. മറ്റാരും അങ്ങനെ വയ്ക്കാറില്ല. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇഞ്ചി അവിടെ തണുക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി പൊടിച്ചുകൊണ്ട് വരണം. അപ്പോഴത്തേക്കും നമുക്ക് നാരങ്ങ വഴറ്റിയെടുക്കാം. കുറേ മിസ്സായിപ്പോയി. ഇവിടെ മാങ്ങാച്ചാറ് വേറൊരു സെക്ഷനിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ചെയ്യാണ്, ചെറിയ രീതിക്ക് ചെയ്യാണ്, ചെറിയ പാത്രത്തിൽ വെച്ച്. അപ്പോൾ അത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്നതിന് ഇട്ട് ഉലുവാപ്പൊടിയും കൂടെ കേട്ടോ. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ നാരങ്ങാക്കറി എന്നാണ് പറയുന്നത്, സദ്യക്ക് വിളമ്പുന്നത്. ഇത് നമ്മുടെ നൈമിത്ര ഓണക്കിറ്റിലുണ്ട്. അത് വെരി പൊളിയാണ് കേട്ടോ. പൊളി മസാല വാങ്ങിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എല്ലാം ചൂടുവെള്ളത്തിൽ കഴുകി പുളിയെടുത്ത് നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പുളിയാണ് ഒഴിക്കുന്നത്, വിനാഗിരി ഒഴിക്കൂല കേട്ടോ. ഭയങ്കര സൂപ്പർ കറിയാണ്. അറിഞ്ഞൂടാത്തവരോടാണ് പറയുന്നത്. അറിയാവുന്ന വടുകപ്പുളി നാരങ്ങ വേറൊരു രീതിയിൽ വയ്ക്കും. നമ്മുടെ അമ്മ കാറ്ററിങ് നമുക്ക് സദ്യക്ക് തന്നു ഞങ്ങളുടെ പ്രോഗ്രാമിന്. പോളി മാസമായിരുന്നു കേട്ടോ നാരങ്ങക്കറി. അടിപൊളിയായിരുന്നു. അതുപോലെയും ട്രൈ ചെയ്യണം. ഇത് നമ്മളുടെ തന്നെ രീതിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി മക്കളുടെ കൊണ്ടോ എന്തോ എനിക്കറിയില്ല. ചൂടുവെള്ളം തിളച്ചത് ഒഴിച്ച് കൊടുത്ത് കായമാണ് ഇട്ട് കൊടുത്തത്. തിളപ്പിച്ച ചൂടുവെള്ളം ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇവർക്കൊക്കെ എല്ലാം പണിയാണ്. ഇവരൊക്കെ കഴുകൽ തുടയ്ക്കലൊക്കെയാണ്. അമ്മയൊക്കെ എല്ലാ റൂമുകളും ഹാളും ഒക്കെ തുടയ്ക്കുകയാണ് കേട്ടോ. പണി അങ്ങ് പന്തലിലാണ് കേട്ടോ. ഇത് നല്ലപോലെ തിളച്ച് കുറുകി വറ്റി വരണം. അപ്പോഴാണ് ഈ കറി പൊളിയാവുന്നത്. അപ്പോൾ നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് സദ്യക്ക് വിളമ്പാനാണ് മാറ്റി വെച്ചത് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതെല്ലാം ഉണ്ട്, പിന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വറ്റൽമുളകും ഇട്ട് കൊടുത്ത് നാരങ്ങയ്ക്ക് ആദ്യം നമ്മൾ കടവും മറ്റുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇഞ്ചിക്കറി പൊടിച്ചുകൊണ്ട് വന്ന് പുളിവെള്ളവും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വെച്ചതാണ്. എന്നിട്ട് പുളിവെള്ളം ഇതിലൊഴിച്ച് കൊടുത്ത് ഇഞ്ചിക്കറി. ഇനി ഇത് വറ്റിക്കണം കേട്ടോ. ഞങ്ങളുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് കുറേ ടെൻഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇഞ്ചിക്കറിയൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ടെൻഷൻ കയറി. അമ്മയുടെ പാട്ടിന് പോയി കളഞ്ഞു. അപ്പോൾ എനിക്ക് ഈ സത്യം പറഞ്ഞാൽ എല്ലാം എടുത്തുകൊണ്ടൊക്കെ തരണം. അങ്ങനെയാണ് കേട്ടോ. ഇവർക്കൊക്കെ ജോലിയുള്ളതുകൊണ്ട് ഇവരൊക്കെ ഓടിയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഞാൻ വിളിക്കുമ്പോൾ വരും അങ്ങനെ. അപ്പോൾ ഇഞ്ചിക്കറി തിളച്ച് വറ്റിച്ച് ഞാൻ മാറ്റി വെച്ചു. ആ പാത്രത്തിൽ തന്നെ എല്ലാം ഇടുന്നത് കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് എന്നിട്ട് മുളക് പൊടിയും കാശ്മീരി പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മാങ്ങ രാവിലെ അരിഞ്ഞ് വെയിലത്ത് വെച്ചു. എനിക്ക് ഈ പ്രാവശ്യം ഓണത്തിന് ആ ഒരു ടേസ്റ്റിൽ മാങ്ങാച്ചാറ് വേണമെന്ന് തോന്നി. കുറച്ച് വലുതായിട്ട് അരിഞ്ഞ് ഉപ്പ് ഇട്ട് വെച്ചു. ഇന്ന് ഭയങ്കര പണി, എനിക്ക് തന്നെ പണിയായിരുന്നു കേട്ടോ. ഞാൻ കായികാധ്വാനം കുറവാണ്. അപ്പോൾ എനിക്ക് ഇന്ന് കായികാധ്വാനം ഉണ്ടായിരുന്നു. ഞാൻ ഇത് എല്ലാം അരിഞ്ഞ് ഇഞ്ചി അരിഞ്ഞു, ഉള്ളി അരിഞ്ഞു, പച്ചമുളകൊക്കെ എടുത്ത്. പച്ചമുളകൊക്കെ അമ്മയാണ് അരിഞ്ഞത് കേട്ടോ. പച്ചമുളകും നാരങ്ങയും. എന്നിട്ട് കായപ്പൊടി ഉപ്പുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്, പിന്നെ അവൾക്ക് ചേച്ചിക്ക് വിനാഗിരി ചേർക്കണമെന്ന് പറഞ്ഞു. അവൾ കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് വിനാഗിരി ഇഷ്ടമല്ല. ഞാൻ വിനാഗിരി ചേർക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷേ നൈമിത്രയുടെ അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വിനാഗിരി ചേർക്കാറുണ്ട് മാങ്ങയ്ക്ക് കേട്ടോ. ഇഞ്ചിക്കറിക്കൊന്നും ചേർക്കാറില്ല. കടുക് ഉലുവയും കൂടെ പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മളിത് ആ മാങ്ങ അരിഞ്ഞ് വെച്ചിരുന്നത് ഇതിലോട്ട് ഇട്ടു. പച്ചവെള്ളത്തിലല്ല, എല്ലാം ചൂടുവെള്ളത്തിൽ കഴുകിയതാണ്. മാങ്ങ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുത്തതാണ്. ഉണങ്ങിയില്ല, വേറൊരു ടേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. എന്നിട്ട് മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് സെറ്റാക്കാം. ഇതെനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ വയ്ക്കാതെ പുറത്ത് ഒരാഴ്ചയൊന്നും ഇരിക്കില്ല. എല്ലാം ചൂടുവെള്ളത്തിലാണെങ്കിലും നമുക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഇരിക്കില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അപ്പോഴത്തേക്ക് വെറും ചായ ഇടയാണ്. മഴ പെയ്തു. ഈ ഓണത്തിന് ഈ മഴ പെയ്താൽ എന്ത് ചെയ്യും പാവപ്പെട്ട കച്ചവടക്കാരെന്നൊക്കെ പറയാണ് കേട്ടോ. നമ്മളെപ്പോലുള്ളവരെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന കുറേ പേരുണ്ട്.
അപ്പോൾ നമ്മുടെ ഓണം കിറ്റ് ഇവിടെ നടക്കുകയാണ്, നമ്മുടെ ഷോപ്പിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും വരണം. 9 ഐറ്റംസാണ്. ഒത്തിരി സ്നേഹത്തോടെ ദീജ.